ഹലോ ആസ്പിരൻസ്, നമുക്ക് IBPS POയുടെ 2027-28 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ 2027 ജാൻ ആകുമ്പോഴത്തേക്ക് നമ്മുടെ റിസൾട്ട് വന്ന് റിക്രൂട്ട്മെൻ്റ് എല്ലാം കഴിയുന്ന എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ PO പോസ്റ്റാണ്. സോ നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് July 1 to July 21 വരെയാണ്. അതുപോലെ തന്നെ പ്രിലിംസ് എക്സാം ഓഗസ്റ്റ്, നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഓഗസ്റ്റിലാണ് പ്രിലിംസ്. 22-23 തീയതികളിലായിരിക്കും ഓഗസ്റ്റിൽ. ഇനി അതുപോലെ സെപ്റ്റംബറിലാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. പ്രിലിമിനറിയുടെ റിസൾട്ട് സെപ്റ്റംബറിൽ വരും. സെപ്റ്റംബറിൽ തന്നെ മെയിൻസിൻ്റെ കോൾ ലെറ്റർ വരും. അങ്ങനെ നമ്മുടെ ഒക്ടോബറിലാണ് മെയിൻസ് എക്സാം വരുന്നത്. അപ്പോൾ പെട്ടെന്നാണ് സെലക്ഷൻ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മളെല്ലാം ബാങ്ക് എക്സ്പീരിയൻസ് ആണല്ലോ. അതുപോലെ മെയിൻസിൻ്റെ റിസൾട്ട് നവംബറിൽ വരും. പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് നവംബറിൽ തന്നെ കാണും. പിന്നെ ഇൻ്റർവ്യൂ, ഇത് PO എക്സാം ആയതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത് January 2027 ഒരു പബ്ലിക് സെക്ടർ ബാങ്കിൽ ജോലിക്ക് കയറാനുള്ളൊരു അവസരമാണ് ഇപ്പം വന്നിരിക്കുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകാം. വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എങ്കിലും എക്സാം എന്തൊക്കെയാണ് നമുക്ക് പൊതുവെ അറിഞ്ഞിരിക്കേണ്ടത് അതൊക്കെ. ഇപ്പം ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇതുപോലുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഫുള്ളാണ്. എന്നുവെച്ചാൽ ഇത്രയും 1, 2, 3, 4, 11 പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് നമുക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ബാങ്കുകളിലേക്കുള്ള PO പോസ്റ്റിലേക്കാണ് നമ്മൾ ഈ എക്സാം എഴുതുന്നത്. അപ്പം ക്വാളിഫൈ ആയാൽ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ബാങ്ക് ഫസ്റ്റ് വെച്ച് പ്രിഫറൻസ് വെച്ചിട്ട് വെക്കാം. അപ്പം ഏത് ബാങ്കുകളിലാണോ കൂടുതൽ വേക്കൻസി അതനുസരിച്ച് നമുക്ക് പ്രിഫറൻസ് വെച്ച് നമുക്ക് എന്ത് കിട്ടും, PO ആയിട്ട് പോസ്റ്റിൽ കയറാൻ പറ്റും. അപ്പം കോമ്പൻസേഷൻ അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ബേസിക് പേ ആണ് ഇവിടെ 48,480 എന്ന് പറയുന്നത്. അപ്പം 48,480 രൂപയാണ് നമ്മുടെ ബേസിക് പേ. അതുകൂടാതെ തന്നെ എന്തൊക്കെയുണ്ട്, അലവൻസസ് ഉണ്ട്. അലവൻസസും ബാങ്കിൽ തന്നെ പല അലവൻസസ് തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് നമ്മുടെ ഒരു ഇൻഹാൻഡ് 80,000 ഒരു റേഞ്ചിൽ നമുക്ക് കൈ കിട്ടുന്നതാണ്. സോ അതാണ് സംഭവം. ഇനി എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡിഗ്രി പാസ്സായിരിക്കണം. നമ്മൾ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. പിന്നെ ഇന്ത്യൻ സിറ്റിസൺ, അതൊക്കെ അറിയാമല്ലോ. മാക്സിമം 30 ഏജ് വരെ പറ്റും, മിനിമം 20 years ആണ്. ഓക്കെ. പിന്നെ ഓക്കെ, ഇനി അടുത്ത ഓരോ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. എക്കോണമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ എന്തൊക്കെയാണ്, അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കണം. ഓക്കെ. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്, ഗ്രാജുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഗ്രാജുവേറ്റഡ് ആയിരിക്കണം. പിന്നെ ഫീസ് 850 ആണ് നമ്മുടെ ഫീസ്. GST കൂടെ ചേർത്ത് 850 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. പിന്നെ സ്ട്രക്ചർ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. അതൊരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. സോ പ്രിലിമിനറി എക്സാമിനേഷന് ഇംഗ്ലീഷ്, QA, റീസണിങ്, ഈ 3 സബ്ജക്ട്സുകളാണ് ഉള്ളത്. ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ് ഇംഗ്ലീഷിന്. അത് 20 മിനിറ്റ് ആണ്. 20 മിനിറ്റിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ QA ഉണ്ട്. റീസണിങ് 35 ക്വസ്റ്റ്യൻ 40 മാർക്കാണ്. അപ്പം റീസണിങ്ങിന് 35 ക്വസ്റ്റ്യൻ 40 മാർക്കാണ്. അതായത് 2 മാർക്കിൻ്റെ 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും പ്രിലിംസിന്. ഓക്കെ, അതും 20 മിനിറ്റ്സ് ആണ്. അങ്ങനെ ആകെ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് ആൻഡ് 60 മിനിറ്റ് ആണ് ടോട്ടൽ ടൈം വന്നിരിക്കുന്നത്. ഇനി മെയിൻസിലോട്ട് വരുമ്പോൾ മെയിൻസ് ഒബ്ജക്റ്റീവ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. ഇതൊരു PO എക്സാം ആയതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. അപ്പം ഒബ്ജക്റ്റീവിന് റീസണിങ് 40 ക്വസ്റ്റ്യൻ 60 മാർക്കാണ്. 40 ക്വസ്റ്റ്യൻ, അതായത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കാണും. അത് 45 മിനിറ്റ്സ് ആണ് സെക്ഷണൽ ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത്. റീസണിങ്ങിന് മാത്രം 45 മിനിറ്റ്. പിന്നെ നമുക്ക് ജനറൽ അവയർനെസ് സെക്ഷൻ ഉണ്ട്. അവിടെ ജനറൽ, ഇക്കോണമി, ബാങ്കിങ്, ഫിനാൻഷ്യൽ ഇതൊക്കെ ചോദിക്കും. RBI സർക്കുലറും ചോദിക്കും. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ IBPS POയുടെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻസ് എഴുതിയിരുന്നു. അപ്പം RBI സർക്കുലേഴ്സിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോഴും RBIക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. സാധാ അവയർനെസ് കൂടാതെ RBI അവർ ചോദിക്കും. ഓക്കെ, അതാണ് അവർ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 50 ക്വസ്റ്റ്യൻസ് ആണ് 60 മാർക്ക്. അപ്പം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് കൊടുത്തിരിക്കുന്നത് 35 മിനിറ്റ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒബ്ജക്റ്റീവ് ടെസ്റ്റാണ്. 40 ക്വസ്റ്റ്യൻ 20 മാർക്കേ ഉള്ളൂ. അപ്പം അര മാർക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നർത്ഥം. 40 ക്വസ്റ്റ്യൻ 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ 35 മിനിറ്റ് ആണ്.
അതുപോലെ തന്നെ DI ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനും, അതായത് നമ്മുടെ QA 40 ക്വസ്റ്റ്യൻ 60 മാർക്ക്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടൽ 45 മിനിറ്റ്സ് ആണ് സെക്ഷനിൽ തന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ PO ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുണ്ട്. അതിൽ വരുന്നതാണ് essay കോംപ്രിഹെൻഷൻ. essayക്ക് കോംപ്രിഹെൻഷനും നമ്മൾ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. 25 മാർക്സാണ് കിട്ടുന്നത്. ടോട്ടൽ 30 മിനിറ്റ്. അപ്പോൾ ഇത് ചോദിക്കുന്നത്, ഡിസ്ക്രിപ്റ്റീവ് ചോദിക്കുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് ടെക്നോളജി, കറണ്ട് ഇവൻറ്റ്, അതായത് ഇപ്പം റെലവൻ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ വായിച്ചിട്ട് നമുക്ക് എഡിറ്റോറിയൽ നിന്ന് മനസ്സിലാവുന്ന കുറേ ടോപ്പിക്കുകളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതലും essay കോംപ്രിഹെൻഷൻ വരുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് ന്യൂസ് പേപ്പർ നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് സെറ്റാക്കി എടുക്കണം. പിന്നെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. അത് ഈ മെയിൻസ് പാസ്സായി കഴിയുമ്പോൾ ബാങ്ക് നടത്തുന്നൊരു ടെസ്റ്റാണ്. പിന്നീടാണ് ഇൻ്റർവ്യൂ ഒക്കെ ഉള്ളത്. മിനിമം കട്ട് ഓഫ് നമ്മൾ സ്കോർ ചെയ്യണം. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ ഇതിന് ശേഷം ഇൻ്റർവ്യൂ കാണും. അപ്പം മെയിൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇപ്പോഴേ നമ്മൾ പത്രമൊക്കെ വായിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചും ബാങ്കിങ് സെക്ടറിലെ റിഫോംസിനെ കുറിച്ചുമൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഐഡിയ ആയിരിക്കും ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്, ഈ കറണ്ട് അഫയേഴ്സ് ബേസ് തന്നെ. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നതൊക്കെ വെച്ചിട്ട് നമ്മൾ ഏതാണ് ഗ്രാജുവേഷനിൽ പാസ്സായ സബ്ജക്റ്റ്, അതിൻ്റെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ചുകൂടെ പ്രിപ്പയർ ആയിട്ടിരിക്കണം. അങ്ങനെ ജാനുവരി 2027 ജോലി കിട്ടാനുള്ള എക്സാമാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യണം. 850 രൂപയാണ് ഫീസ്. ഓക്കെ. 2025 കട്ട് ഓഫ് 49.21 ആയിരുന്നു. അപ്പം അന്ന് വേക്കൻസി ഈ വർഷത്തെക്കാളും കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇപ്രാവശ്യം കട്ട് ഓഫ് വേണമെങ്കിൽ ഇതിലും കുറയാമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ വേക്കൻസി മാത്രമല്ല, എക്സാമിൻ്റെ ഹാർഡ് ലെവലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ചിലപ്പോൾ കൂടാം. ഓക്കെ. പ്രിലിംസ് ഓഗസ്റ്റ് 22, 23 പ്രിലിംസ് എക്സാം വരുന്നത്. മെയിൻസ് വരുന്നത് ഒക്ടോബർ 4. സോ ഇനിയുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. So do subscribe and follow me for the upcoming video.